കേരളത്തിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആർക്കാകും മുൻതൂക്കം എന്ന PSR മാർക്കറ്റ് റിസർച്ചിൻ്റെ സർവേ റിപ്പോർട്ടിൽ 38.41% വോട്ട് നേടുന്ന LDFന് 62 മുതൽ 68 വരെ സീറ്റുകളെ നേടാനാകൂ എന്നും 38.12% വോട്ട് നേടുന്ന UDF വോട്ട് ശതമാനത്തിൽ അല്പം പിന്നിലാകുമെങ്കിലും സീറ്റുകളുടെ എണ്ണത്തിൽ 72 മുതൽ 77 വരെ സീറ്റുകൾ നേടി ഭരണത്തിലേക്ക് എത്തുമെന്നും ചൂണ്ടിക്കാട്ടുന്നു. NDAക്ക് 1 മുതൽ 3 വരെ സീറ്റ്. അങ്ങനെ കേരളത്തിൽ UDFന് അനുകൂലമായ ഒരു വികാരം നിലവിലുണ്ട് എന്ന് പറയുന്ന സർവേ, പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങളുടെ ചോയ്സായി ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ്. 27.5% ആളുകളുടെ, അതായത് 80,000 ആളുകളെയാണ് ഈ സർവേയുടെ ഭാഗമായി 140 നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് നേരിട്ട് അവരോട് ചോദിച്ച് അവരുടെ ചോദ്യാവലിക്ക് ഉത്തരം തേടി ഈ സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അവിടെ 27.5% ആളുകൾ പിണറായി വിജയനെ തന്നെയാണ് ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കാണുന്നത്. തൊട്ടു പിന്നിലുള്ളത് രമേശ് ചെന്നിത്തലയാണ്. 20.15% പേരുടെ പിന്തുണയോടെ മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല നിൽക്കുന്നു. അതിനും പിന്നിൽ 11.2% ആളുകളുടെ പിന്തുണയോടെ VD സതീശൻ. നേരത്തെ ഒരു സർവേ വന്നതിൽ, അതായത് 1400 ആളുകളെ മാത്രം കണ്ട് NDTVക്ക് വേണ്ടി വോട്ട് വൈബ് എന്ന് പറയുന്ന ഒരു ഏജൻസി നടത്തിയ സർവേ, ആ സർവേയിൽ VD സതീശനായിരുന്നു പിണറായി വിജയനേക്കാൾ മുന്നിൽ നിന്നത്. രമേശ് ചെന്നിത്തലയുടെ പേര് പോലും അതിനകത്തുണ്ടായിരുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെ 80,000-ഓളം മനുഷ്യരെ, വിവിധ പ്രായത്തിലുള്ളവർ, വിവിധ തൊഴിൽ ചെയ്യുന്നവർ, വിവിധ ജാതിയിലുള്ളവർ, വിവിധ വരുമാന ഘടനയുള്ള ആളുകൾ, അങ്ങനെ നാടിൻ്റെ സമസ്ത മേഖലയിലും പെട്ട ആളുകളുമായി സംസാരിച്ച് തയ്യാറാക്കിയ സർവേ റിപ്പോർട്ടിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പ്രധാനപ്പെട്ട ചോയ്സായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് അൺഡിസ്പ്യൂട്ടബിൾ ലീഡർ എന്നുള്ള നിലയിൽ പിണറായി വിജയൻ അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ള ഒരു സവിശേഷതയുണ്ട്. നേരിയ വോട്ട് വ്യത്യാസം മറികടന്നുകൊണ്ട് സീറ്റുകളുടെ എണ്ണത്തിൽ UDFന് മുൻതൂക്കമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്നുള്ളത് പറഞ്ഞു വയ്ക്കുമ്പോഴും പിണറായി വിജയൻ്റെ നേതാവ് എന്ന നിലയിലുള്ള ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കുന്നു എന്ന് വേണം നമുക്ക് ഈ സർവേ ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. UDFൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേരളത്തിൻ്റെ മൊത്തം വികാരമായി ഒരുപക്ഷെ ഉയർത്തിക്കാട്ടാൻ കഴിയുന്നയാൾ രമേശ് ചെന്നിത്തലയാണ് എന്നാണ് ഈ സർവേ പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 20.15%, VD സതീശന് 11.2. VD സതീശന് പിന്നിൽ 4ാം സ്ഥാനത്തായുള്ളത് KK ശൈലജയാണ്. ശൈലജയ്ക്ക് 7.1% ആളുകളുടെ പിന്തുണയാണുള്ളത്. അത് കഴിഞ്ഞാൽ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനാണ്. നേരത്തെ വന്ന സർവേയിൽ രാജീവ് ചന്ദ്രശേഖറിന് വലിയ മുൻതൂക്കം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ K സുരേന്ദ്രനാണ് 5ാം സ്ഥാനത്ത്. അദ്ദേഹത്തിന് 3.2% ആളുകളുടെ പിന്തുണ. രാജീവ് ചന്ദ്രശേഖറിന് 2.8% പിന്തുണ. KC വേണുഗോപാലിന് 2.7%, ശശി തരൂരിന് 2.7% പിന്തുണയുണ്ട്. MV ഗോവിന്ദൻ മാഷിനും കുമ്മനം രാജശേഖരനും 1.8% ആളുകളുടെയും പിന്തുണയുണ്ട്. ഇനി ഈ UDFൻ്റെയും LDFൻ്റെയും ഏതെങ്കിലും ഒരാൾ വന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു UDF നേതാവ് വരട്ടെ എന്ന് ചിന്തിക്കുന്ന 7.8% ആളുകളും ഏതെങ്കിലും ഒരു LDF നേതാവ് വരട്ടെ എന്ന് ചിന്തിക്കുന്ന 5.8% ആളുകളും കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഈ ടീം PSR അവരുടെ വിശദമായ പഠനത്തിലൂടെ, അതിനങ്ങനെ തന്നെയാണ് പറയേണ്ടത്, വളരെ കൃത്യമായി ആസൂത്രണ മികവോടുകൂടി ഒരു പഠനം നടത്തിയിരിക്കുന്നു എന്നതാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ അവസരത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല, നിലവിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ, നിലവിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചോദ്യത്തിന് ജനങ്ങൾ നൽകുന്ന ഉത്തരം, ആ ഉത്തരത്തിൽ പിണറായി വിജയൻ 1ാമതും രമേശ് ചെന്നിത്തല 2ാമതും നിൽക്കുന്നു. കേരളം ഒരുപക്ഷെ സാമാന്യമായ ബുദ്ധിയിൽ ചിന്തിക്കുന്ന ഒന്ന് തന്നെയാണ് അത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ മുന്നിൽ നിൽക്കുന്ന നേതാവ് എന്ന് പറയുന്നതിൽ ആർക്കെങ്കിലും ഒരു വിയോജിപ്പുണ്ടാകും എന്ന് തോന്നുന്നില്ല. അതുതന്നെയാണ് ഈ സർവേയുടെയും ഫലം. രമേശ് ചെന്നിത്തല ഈ ബഹളത്തിനൊന്നും പോകുന്നില്ല എങ്കിൽ പോലും, നിലവിൽ പ്രതിപക്ഷ നേതാവല്ല എങ്കിലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കഴിഞ്ഞ തവണ അദ്ദേഹം നടത്തിയ പ്രകടനം, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് പിന്നീടാണ്. അദ്ദേഹം അന്ന് പല കാര്യങ്ങളും പറയുമ്പോൾ അദ്ദേഹത്തെ കളിയാക്കി വിടുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ചെറുതായിരുന്നില്ല. അതുമാത്രമല്ല, ഈ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം അംഗീകാരമുള്ള, ഘടകകക്ഷികൾക്കിടയിൽ കൃത്യമായ അംഗീകാരമുള്ള ഒരു സൗമ്യമുഖം എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല
ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് എന്നുകൂടി അടയാളപ്പെടുത്തുന്നതാണിത്. സ്വാഭാവികമായി പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വി.ഡി. സതീശൻ നടത്തുന്ന ഇടപെടലുകൾ, ആ ഇടപെടലുകൾക്ക് കിട്ടുന്ന അംഗീകാരമാണ് ഈ 11.2% പിന്തുണ. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ഒരു മികച്ച പോരാളികളായി തന്നെ UDF ക്യാമ്പിൽ നിൽക്കുന്നു എന്ന് അടയാളപ്പെടുത്തുന്ന ഒന്നാണ് ഈ സർവേ ഫലം.